അലി സാഹിബ് തിരിക്കുകയാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾക്കേറെ പറയാൻ വലിയ ചരിത്രമൊന്നുമില്ല. ഞങ്ങൾക്ക് അഭിമാനകരമായ ഇന്നലെയുടെ ഭരണത്തിന്റെ ചരിത്രമില്ല. നിങ്ങൾക്കറിയാം, ഏറെക്കാലം 1000 വർഷത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ച ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ ഭരിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. ഒരുപാട് രാജാക്കന്മാരുടെ രാജകുടുംബങ്ങളുടെ ചരിത്രം പറയാനുള്ള പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ ഇന്നും പട്ടികവർഗത്തിന്റെ പിന്നിലാണെന്ന് രാജ്യത്തെ ഔദ്യോഗിക കമ്മീഷൻ കണ്ടെത്തുന്ന സമയത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളെ, എല്ലാവരുടെയും കേരള മുസ്ലിങ്ങളെ മുന്നിൽ നിർത്തിയത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഇന്ത്യൻ ജൂനിയർ മുസ്ലിം ലീഗ് ആണെങ്കിൽ ആ 90 വർഷത്തെ പോരാട്ടത്തിന്റെ ചരിത്രം അഭിമാനകരം തന്നെയാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ, ഞങ്ങൾ വിമർശിക്കുന്നവർ എല്ലാവർക്കും ആവശ്യം മുസ്ലിം ലീഗ് പാർട്ടിയെയും മുസ്ലിം സമുദായത്തെയും അവഹേളിക്കുകയാണ്. ഞാനൊരു വലിയ നേതാവായി ഇന്ത്യ രാഷ്ട്രീയം കാണുന്നു എന്നതുകൊണ്ട് വിമർശിക്കുകയല്ല. നിങ്ങൾക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹം വളരെയേറെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് എന്നാണ് നമ്മൾ കരുതിയത്. സുബ്രഹ്മണ്യ സ്വാമി ഈ ലക്കം DNA-യിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങള് ഇവിടെ പ്രവാസികളെ പോലെ കഴിയണമെന്നാണ്. അവര് പ്രതികരിക്കാൻ പാടില്ല, അവർ ഒരു കാരണവശാലും മിണ്ടാൻ പാടില്ല, അവര് പ്രവാസികളെ പോലെ കഴിയണമെന്ന് പറയുന്നു എന്ന് ഉത്തരേന്ത്യയിൽ ലേഖനം എഴുതാൻ ഒരു രാഷ്ട്രീയ നേതാവിന് ചങ്കൂറ്റം ഉണ്ടായെങ്കിൽ അഭിമാനകരമായ അസ്തിത്വം കേരള മുസ്ലിങ്ങൾക്ക് നൽകിയത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മൾ ഒരിക്കലും ഇവിടെ പ്രവാസികളെ പോലെ കഴിയേണ്ടി വന്നില്ല. അധികാരത്തിന്റെ പങ്കുപറ്റി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭിമാനകരമായ മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി, രാജ്യത്ത് അടിയുറച്ച മതേതര വിശ്വാസികളായി, ഈ രാജ്യത്തിന്റെ മക്കളായി നിലകൊള്ളുമ്പോഴും നിങ്ങൾ പിടിച്ച പതാകയുടെ നിറം, ആ നിറത്തെ നോക്കി ഞങ്ങളെ വിമർശിച്ചവർ ഒന്നോർക്കുക, ഇന്ത്യ രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറി. ഇതൊക്കെ നമ്മുടെ വളർച്ചയാണ് ഇവിടെ. അതുകൊണ്ടാണ് എത്രമാത്രം വിമർശിക്കുമ്പോഴും പുതിയ തലമുറ നമ്മോടൊപ്പം നിൽക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ ലോകത്ത് മുഴുവൻ മാറ്റത്തിന്റെ കാഹളം മുഴക്കുന്നവരാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ജീർണിച്ചു നിൽക്കുന്ന ഭരണകൂടങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ട് ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് യുവത നേതൃത്വം കൊടുക്കുമ്പോ ആ ജീർണിച്ച ഭരണകൂടങ്ങളെ പിഴുതെറിയുന്ന പോരാട്ടങ്ങളും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിനും നേതൃത്വം കൊടുക്കുന്ന യുവത ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, സമ്മേളന നഗരിയിൽ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഇനിയും വേണമായിരുന്നു എന്ന് പറയുന്ന യുവാക്കളെയാണ് ഞാൻ ഇവിടെ കണ്ടത്. അത് യുവതയുടെ പോരാട്ടമാണ്. അവർ ലീഗിന്റെ പതാകയെ സ്നേഹിക്കുന്നു, അവർ ലീഗിന്റെ കൊടി ഇനിയും ഉണ്ടാകണമെന്ന് പറയുന്നു. അത് മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാക്കിയെടുത്ത അഭിമാനകരമായ നേട്ടമാണ്. ഈ പതാകയെ സ്നേഹിക്കുന്നവർ, ഈ പതാക രാജ്യത്ത് ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നവർ, അവരറിയുന്നു ഈ രാജ്യത്തിന്റെ മാറ്റത്തിന് വഴിയൊരുക്കേണ്ടത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. ഇത് കേരളത്തിൽ നിങ്ങൾക്കറിയാമെന്ന്, കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ഏറ്റവും നല്ല അഭിമാനകരമായ അന്തസ്സത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ലീഗിനെ വിമർശിക്കുന്നവരേറെയുണ്ട്, ലീഗിനെ എതിർക്കുന്നവരേറെയുണ്ട്. കാരണം ഞങ്ങളെ വിമർശിക്കുന്നതിന് കാരണം എന്താണ്? ഞങ്ങൾ നന്മ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇവർക്കാർക്കും വിമർശനമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അടുത്ത ദിവസം ഇവിടെ വലിയ മുസ്ലിം ലീഗ് ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ നൽകിയ 15 പരിപാടിയുടെ വിഹിതം പോലും കഴിഞ്ഞ ഗവൺമെന്റ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ഇന്ത്യ, നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത കഴിഞ്ഞ മാസത്തെ സമ്മേളനം വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ്? ഒരു ചെലവ് ഇവർക്കില്ല. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ, ഇന്ത്യയിൽ വിനിയോഗിക്കാൻ നൽകിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ
കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഗുരുതരമായ തെറ്റ് ഈ സമുദായം അറിയണം. ഇവിടെയുള്ള വാർത്താ മാധ്യമങ്ങൾ അറിയണം. 2007 പ്രപ്പോസൽ അയച്ചതാണ് പിന്നോക്ക ജില്ലകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനുള്ള പ്രപ്പോസൽ. കേരള സർക്കാർ, ഇടതുമുന്നണി സർക്കാർ നൽകിയിരുന്നത് വയനാട് ജില്ല മാത്രമാണ്. വയനാട് ജില്ല മാത്രം. ഈ മലപ്പുറം ജില്ലയടക്കം 7 ജില്ലകളിൽ 15 പരിപാടിയുടെ ഭാഗമായി നടക്കേണ്ട മൾട്ടി സെക്ടറൽ ഡെവലപ്മെന്റ് സ്കീമിനുള്ള പ്രൊജക്ട് കൊടുത്തിട്ടില്ല. വയനാട്ടിന് കിട്ടിയത് 15 കോടിയാണ് ഒരു കൊല്ലത്തേക്ക്. 15 കോടി. ഞാൻ എന്റെ മുമ്പിലുള്ള വാർത്താ മാധ്യമങ്ങളുടെ പ്രതികളോട് ചോദിക്കട്ടെ, 7 ജില്ലകൾക്ക് ഈ 15 കോടി വീതം കിട്ടിയിരുന്നെങ്കിൽ 100-ലധികം കോടി രൂപ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി പരിഹാരം കണ്ടെത്താൻ ചെലവഴിക്കേണ്ട തുക നഷ്ടപ്പെടുത്തിയത് കഴിഞ്ഞ സർക്കാരാണ്. 2007 ഇവിടെ പറഞ്ഞല്ലോ കോളേജ് പണിയെ കുറിച്ച്. നിങ്ങൾ അറിയണം, പിന്നോക്ക പ്രദേശങ്ങളിൽ കോളേജ് പണിയാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചു. 2007 കൊടുത്തു. 10 ഏക്കർ സ്ഥലം മതി. 10 ഏക്കർ സ്ഥലം മതി. ആ 10 ഏക്കർ സ്ഥലം കൊടുത്താൽ യൂണിവേഴ്സിറ്റി പോലും അംഗീകാരം പോലും വേണ്ട. ഓട്ടോണമസ് കോളേജുകൾ പണിയാനാണ്. ഓട്ടോണമസ് കോളേജുകൾ പണിയാൻ 10 ഏക്കർ സ്ഥലം ഒരു സംസ്ഥാന സർക്കാരിനോട് നൽകാൻ പറഞ്ഞിട്ട് കേരള സർക്കാർ അത് കൊടുത്തിട്ടില്ല എന്ന സത്യം ഈ ചെറുപ്പക്കാർ അറിയണം. ഇത് ചെറിയ കാര്യമല്ല. അവരതിന് കൊടുത്തില്ല. കേരളത്തിന് വേണമെങ്കിൽ എത്രയോ കോളേജ് കിട്ടുമായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ്. 1000 പോളിടെക്നിക്കുകൾ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. 100 പോളിടെക്നിക്ക് കേരളത്തിലാണ്. 100 പോളിടെക്നിക്കുകളിൽ 30 പോളിടെക്നിക്കിന് 7.5 കോടി രൂപ വീതം കേന്ദ്ര ഗവൺമെന്റ് നൽകും. പക്ഷേ ഒരു പോളിടെക്നിക്കിന് പോലുമുള്ള പ്രപ്പോസൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ കേന്ദ്രത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല. 8 ITI ആദ്യം ഉറുദുവിൽ തുടങ്ങാൻ പറഞ്ഞു. ഏത് ഭാഷയിൽ തുടങ്ങുക എന്ന് പറഞ്ഞു. കേരള സർക്കാർ, ഇടതുമുന്നണി സർക്കാർ അതിന് കൊടുത്തില്ല. ഞാൻ പറയുന്നത് ഒരു സംശയവും വേണ്ട. ഇടതുമുന്നണി സർക്കാരിന് കേന്ദ്രത്തിന്റെ വിഹിതത്തോടുകൂടി നൽകിയ പദ്ധതികൾ പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ പലിശ സഹിതം അതിവർക്ക് എത്തിച്ചു കൊടുക്കും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ കോളേജും ഇതൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ തനിനിറം തിരിച്ചറിയാൻ. അതുകൊണ്ടാണ് ഇവര് മുസ്ലിം ലീഗിന് ഒരു സ്വസ്ഥത കൊടുത്തുകൂടാ. ജനം ധരിക്കുന്ന അവിടെയാണ്. ലീഗ് ഭരിച്ചുകൂടാ. 5 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നപ്പോൾ ഭൂതക്കണ്ണാടി വെച്ചിട്ട് പോലും കാണാത്തത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അച്യുതാനന്ദൻ കാണുന്നതിന്റെ പൊരുൾ അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. 5 കൊല്ലം ഭരണത്തിന്റെ ചുക്കാൻ കയ്യിലുണ്ടായിരുന്നു. 5 കൊല്ലം കേരളം ഭരിച്ചിരുന്നു. 5 കൊല്ലം ഭരിച്ചപ്പോൾ കാണാത്തത് ഇപ്പോൾ കാണുന്നു. കാരണം എന്താണ്? ഇവരുടെ മുഖംമൂടി അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നിങ്ങൾക്കറിയാം, അവർക്കൊരു ചരിത്രമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരൊക്കെ കഴിഞ്ഞുപോയ മുഖ്യമന്ത്രിമാർ, അവര് ഭരണരംഗത്ത് എന്തൊക്കെ അസ്ഥിരത സൃഷ്ടിച്ചവരാണെങ്കിലും അവര് കറുത്ത പുള്ളിയോടുകൂടി മരിച്ചുപോയവരല്ല. സഖാവ് EMS ആകട്ടെ, അല്ലെങ്കിൽ EK നായനാർ ആകട്ടെ, അവരൊക്കെ ഇരുന്ന കസേരയെ ഒരിക്കലും തന്നെ അഴിമതിയുടെ ഗോപുരങ്ങളാക്കി മാറ്റിയില്ല. ഇന്ന് കേരളം എവിടെയാണ് നിൽക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല എന്താണ്? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അതിവേഗം ബഹുദൂരം ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോ ആ ഭരണകൂടത്തിന് കൂടുതൽ മുന്നോട്ട് കുതിക്കാൻ പാളിച്ചകൾ
ഉണ്ടെങ്കിൽ തിരുത്താൻ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു മുഖ്യമന്ത്രി പഴയകാലത്തെ ഓരോ കോടതികളിൽ കയറിയിറങ്ങുന്ന ഈ പഴയ കേസുകെട്ടുമായി കയറിയിറങ്ങുന്നവരുടെ ഗതികേടിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാണ്. ഒരാൾക്കുണ്ടായ പതനമാണ്. ആ പതനം ചെറിയതല്ല. സ്വന്തം മകന് അധികാരസ്ഥാനങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ കൊണ്ടുപോകാൻ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്ത, ഒരു മുഖ്യമന്ത്രി ചെയ്ത പ്രവൃത്തി എന്താണ്? നിങ്ങൾക്കറിയാം, ICTA എന്ന് പറയുന്നത് കേരളത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഡയറക്ടർ ആരായിരിക്കണം? അയാൾക്ക് ചില യോഗ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ആ യോഗ്യതകളൊന്നും നോക്കാതെ ആദർശശാലിയായ ഒരു മുഖ്യമന്ത്രി തന്റെ പ്രിയപ്പെട്ട മകൻ അതിൽ വെച്ച് ഞാനത് അറിയില്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നു. അച്ഛൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മകൻ ഒപ്പിട്ടിരിക്കുന്നു 13ാമനായിട്ട്. പുറത്തുള്ള ഒരാളാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു, എനിക്ക് ആൾ അറിയാതെ പോയി. സ്വന്തം മകനെ അച്യുതാനന്ദന് അറിയാതെ പോകുമെന്ന് വിശ്വസിക്കാൻ അത്രമാത്രം വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങൾ? ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് ചെറുതല്ല. ആ തെറ്റിനെ ചെറുതായി കാണാൻ നമുക്ക് കഴിയില്ല. ഫിനിഷിംഗ് സ്കൂള് സ്വന്തം മകനെ കൊണ്ടുവരികയാണ് മുകളിലേക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മേഖലയിലും അഴിമതിയുടെ പ്രതിരൂപമായി മാറുന്നു. ആ പ്രതിരൂപമായി മാറുന്നവർക്ക് ലക്ഷ്യമൊന്നേ ഉള്ളൂ, മുസ്ലിം ലീഗിനെ ഒന്ന് തളക്കണം. മുസ്ലിം ലീഗിനെ തളക്കാൻ എല്ലാ അടവുകളും പ്രയോഗിച്ചിട്ടും സാധ്യമല്ലെന്ന് കണ്ടപ്പോ അമേരിക്കക്ക് വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന വിക്കിലീക്സിനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അതൊന്ന് സാധ്യമായെങ്കിൽ അതിന് ലീഗിനെ എങ്ങനെ ഭിന്നിപ്പിക്കാം? എവിടെ എത്തി ഇവരുടെ വാദങ്ങൾ? ആ രീതിയിലേക്ക് വരെ ഇവർ കാര്യങ്ങൾ എത്തിച്ചു. കാരണം മുസ്ലിം ലീഗ് തീവ്രവാദത്തിനെതിരായി മുസ്ലിം ലീഗിനകത്ത് വലിയ വിയോജിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാന്യന്മാർ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം, എല്ലാവരും ഇരുട്ടിന്റെ മറവിൽ തലയിൽ മുണ്ടിട്ട് തീവ്രവാദികളുമായി കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബദങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും നേതൃത്വം കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, മതേതരത്വമാണ് ഞങ്ങളുടെ മൂലധനം എന്ന് ഉയർത്തിപ്പിടിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ഏതൊരു യുവജന പ്രസ്ഥാനത്തിനും അഭിമാനകരമായി പോരാട്ടത്തിന്റെ ചരിത്രം പറയാൻ വേറെ കഴിയില്ല. നഷ്ടങ്ങളുടെ കണക്ക് നോക്കിയില്ല. കേരളീയ യുവത്വത്തെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിയും. ആ പോരാട്ടം നടത്തിയാണ് അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഇന്ന് ഇരിക്കുന്ന ജനസഞ്ചയം. നല്ല വിദ്യാസമ്പന്നരായ പുതിയ തലമുറ അവർ മുസ്ലിം ലീഗിനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കടമകൾ നിർവഹിക്കാനുണ്ട് ജനാധിപത്യപരമായി. ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിൽ ആദ്യമായി പിന്നോക്ക സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു വകുപ്പുണ്ടാക്കുക എന്ന ചുമതല നിർവഹിച്ചത് ചെറുതായി കാണാനാകും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 15 പരിപാടിയിലൂടെ വരുന്ന വിഹിതം, കേന്ദ്രത്തിന്റെ ഏജൻസികളിലൂടെ വരുന്ന വിഹിതം, ഉദ്യോഗസ്ഥ തലത്തിലിരുന്നവരുടെ പിടിപ്പുകേടും ഭരിക്കുന്ന ഭരണകൂടത്തിന് നെറുകേടുകളും വഴി അത് പിന്നോക്ക സമുദായങ്ങളുടെ അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്താതിരിക്കുന്നുവെങ്കിൽ ഇനി അത് അനുവദിക്കില്ല എന്ന് കേരളം തീരുമാനിച്ചു കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം എന്താണ്? പിന്നോക്കക്ഷേമ ധനകാര്യ കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ട് ഏത് മേഖലയിൽ നിന്ന് പിന്നോക്കക്ഷേമത്തിന് വേണ്ടിയുള്ള വിഹിതം വരുന്നുവെങ്കിലും ആ ചാനൽ വഴി വരണം. ഇനി പിന്നോക്ക സമുദായങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, പിന്നോക്കക്കാർക്ക് നൽകുന്ന വിഹിതത്തെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് നഷ്ടപ്പെടുത്താനാവില്ല. എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഒരു ഗവൺമെന്റ് എടുക്കേണ്ട ധീരമായ തീരുമാനമല്ലേ?
ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏത് ആളുകൾക്ക് പറയാൻ കഴിയും ലീഗ് ചെയ്ത നടപടി എത്രമാത്രം ശരിയല്ല എന്ന്? ഞങ്ങൾ നേരായ തീരുമാനമാണ് എടുത്തത്. പിന്നോക്ക സമുദായത്തിന് കിട്ടേണ്ട അധികാരത്തിന്റെ പങ്ക് നഷ്ടപ്പെട്ടു പോകരുത്, അവന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണം. ആ രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സാധാരണക്കാരനോടൊപ്പം നിന്നുകൊണ്ട്, പാവപ്പെട്ടവനോടൊപ്പം നിന്നുകൊണ്ട് അങ്ങനെയുള്ള ധീരമായ തീരുമാനമെടുത്ത് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ കേരളത്തിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ കഴിഞ്ഞുപോയ ഇന്നലെയിൽ നിന്ന് ഇന്നിവിടെ എത്തിയ ആ പോരാട്ടത്തിന്റെ കഥ മുസ്ലിം യൂത്ത് ലീഗ് ഓർമ്മിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അവരുടെ വലിയ ബിഗ് ഡ്രീംസ് അവർ പങ്കുവെക്കുകയാണ്. നാളത്തെ ഭാവി തലമുറയ്ക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഇനിയും വളരണം. ഈ വളർച്ച പൂർണ്ണമല്ല. മലപ്പുറത്തിന് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വളർത്തണം. ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, ആതുരാലയങ്ങൾ ഉണ്ടാകണം. എല്ലാ മേഖലയിലും, സർവോന്മുഖമായ മേഖലയിൽ വളർച്ച ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നവർ ഇന്ന് വിലയിരുത്തുകയാണ്. തീർച്ചയായും ഈ യുവതക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കിയെടുക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നത്. കേരളത്തിൽ അത് ഞങ്ങൾക്ക് സാധ്യമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ഇരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്തൊക്കെയാണോ അർഹതപ്പെട്ടത് അതൊക്കെ നമ്മുടെ കൈകളിൽ എത്തുക തന്നെ ചെയ്യും. ഒരു സംശയമാർക്കും വേണ്ട. അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു സമൂഹത്തെ നയിക്കേണ്ട ബാധ്യത ഏറ്റെടുത്ത നേതാക്കന്മാർക്ക് പിന്നിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അണിനിരന്നത് എന്നുള്ള അഭിമാന ബോധത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹു തുണക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.